സുഹൃത്തുക്കളെ, അപ്പൊ ഇന്നത്തെ വീഡിയോ 2 ലക്ഷങ്ങൾ വിലയുള്ള 2 കസ്റ്റം ബിൽഡ് ബൈസിക്കിൾസ് കാണാൻ വേണ്ടി പോവുകയാട്ടാ. ഒപ്പം കുറച്ച് ആക്സസറീസും കാര്യങ്ങളും സ്പെയർ പാർട്സും ബൈസിക്കിൾസ് ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോ നമ്മുടെ ചങ്ക് ബ്രോ കൂടെയുണ്ട്. അപ്പൊ നേരെ അങ്ങോട്ട് പോയിട്ട് ബാക്കി വിഷയങ്ങൾ അവിടെ വെച്ചിട്ട് പറയാട്ടാ. അപ്പൊ നമ്മൾ പോകുന്നത് യുണൈറ്റഡ് ബൈസൈക്ലിങ്ങിലോട്ടാണ് കേട്ടാ. അവിടെ പോയിട്ട് 2 ബൈക്ക് ഉണ്ട്. ആദ്യം പറഞ്ഞ പോലെ 5 ലക്ഷത്തിന്റെ അത് അവർ 2 മാസം മുമ്പ് ബിൽഡ് ചെയ്തതാണ് കേട്ടാ. അപ്പൊ അത് ഒന്ന് കാണണം. പിന്നെ സൗത്ത് ആഫ്രിക്കയിൽ ജോലി ചെയ്യുന്ന ഒരു കസ്റ്റമറാണ്. അദ്ദേഹം ബ്രേക്ക് ഇഷ്യൂ ആയിട്ട് ഒരു 7-8 ലക്ഷം രൂപയുള്ള ഒരു ബൈക്കുമായിട്ട് വരുന്നുണ്ട്. ഇത് രണ്ടും നമുക്കൊന്ന് കാണണം. പിന്നെ അതിന്റെ ബ്രാൻഡും കാര്യങ്ങളൊക്കെ ഒന്നും അറിയില്ല കേട്ടാ. ഞാനൊരു കസ്റ്റം ബിൽഡ് ബൈക്ക് അധികം ഒന്നും കണ്ടിട്ടില്ല. അപ്പൊ അങ്ങനെ കാണാനുള്ള ഒരു ആഗ്രഹത്തിന് പുറത്തോട്ട് നോക്കാണ്. കുറച്ച് നമുക്ക് വീഡിയോ എടുക്കണം. അവിടുത്തെ വിശേഷങ്ങളൊക്കെ നമുക്ക് അവിടെ ചെന്നിട്ട് നോക്കേ. അങ്ങനെ നമ്മളിത് യുണൈറ്റഡ് ബൈസൈക്ലിങ്ങിൽ എത്തിയിട്ടാ. ഹൈവേയിൽ വൈറ്റിലെ സിഗ്നലിനടുത്ത് തന്നെയാണ് ഈ ഒരു സ്ഥലം. അതെ, ചുറ്റും നോക്കുകയാണെങ്കിൽ ഒരുപാട് രസമുള്ള കാര്യങ്ങൾ ഇവിടെ ഇങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടാ. അതൊക്കെ ഒരു പ്രത്യേക ഭംഗിയാണ് കാണാൻ. അപ്പൊ നമുക്ക് ഇനി അകത്തേക്കൊന്ന് കയറിയിട്ട് അകത്തുള്ള കാഴ്ചകളൊക്കെ ഒന്ന് എന്തൊക്കെയാണ് നോക്കാം. ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. യെസ്, എന്തൊക്കെയുണ്ട്? സുഖം സുഖം. ഒരു VIP കണ്ടിട്ടെന്ന് പറഞ്ഞ്. യെസ്, കാണിച്ചു തരാം. ഇവരുടെ ഐഡിയയിൽ ബിൽഡ് ചെയ്ത സൈക്കിളാണ് നമ്മളിപ്പോൾ കാണാൻ വേണ്ടി പോകുന്നത്. രണ്ടാമത്തത് വരുന്നേ ഉള്ളൂ. പിന്നെ 2 ഫ്ലോറുകളിലായിട്ടാണ് അവിടെ സാധനങ്ങൾ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് കാണാനുണ്ട്. ഒരുപാട് നല്ല രീതിയിൽ സാധനങ്ങൾ ഇവരുടെ കളക്ഷൻ തന്നെ ഇവർക്ക് ഇവിടെ ഉണ്ട്. സൈക്ലിംഗ് ഇഷ്ടപ്പെടുന്നവരുടെ സ്വർഗമാണിത്, പാരഡൈസ്. ഓക്കെ, അപ്പൊ ഏതാണ് നമ്മുടെ VIP? എവിടെയാണ്? ഇവിടെ എന്റെ പൊന്നോ, എന്താണ് സാധനം? ഇതൊരു ഇറ്റാലിയൻ ബ്രാൻഡാണ്. ഇതൊരു വില്ലിയർ എന്ന് പറയും. അപ്പൊ വില്ലിയറുടെ ഗാർഡ ഒരു പുതിയ വേർഷൻ ആണ്. അപ്പൊ ഇതിന്റെ ഫ്രെയിമിന് മാത്രം ഒരു 2.35 ലാക്സോളം വരും. ഓ, ഫ്രെയിമിന് മാത്രം ഫുൾ ബൈക്ക് ബിൽഡിന് ഒരു 4.5 വരും. ഓക്കെ, ടോട്ടൽ 4.5 എന്നാണ്. ഇത് ഇലക്ട്രോണിക് ഷിഫ്റ്റിംഗ്, DI2, പിന്നെ DT സ്വിച്ചിന്റെ വീല്. അപ്പൊ ഇത് ഞങ്ങൾ തന്നെ ഫുള്ള് കസ്റ്റം ബിൽഡ് ചെയ്തതാ. ഓ, ഇത് ട്യൂബ്ലെസ് ആണ് ടയറൊക്കെ? ട്യൂബ്ലെസ് റെഡിയാണ്. പക്ഷെ അത് എപ്പോ ആണെങ്കിലും നമുക്ക് ട്യൂബ്ലെസ് ആക്കാം. അതിന് സപ്പോർട്ട് ചെയ്യുന്ന റിംസ് ഒക്കെയാണ് വരുന്നത് അല്ലേ? അപ്പോൾ ഈ ഒരു ബൈക്ക് ഇവിടെ തന്നെ ബിൽഡ് ചെയ്തതാണ് കേട്ടോ. ഇറ്റലിയിൽ നിന്നൊക്കെ സ്പെയർ പാർട്സ് ഒക്കെ വരുത്തിയിട്ട് ഇവരുടെ ഒരു കഴിവാണ് ഈ കാണുന്ന. ടോട്ടൽ കോസ്റ്റ് എത്രയാണ്? ഇതൊരു 4.5 ലാക്സോളം വരും. 4.5 ലാക്സിന്റെ ഒരു ബൈക്കാണ് ഇരിക്കുന്നത്. കിടുക്ക സാധനം. അപ്പോൾ സ്വാതിക്ക് ഒന്നും കൂടി നല്ല രീതിയിൽ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരും കേട്ടോ. അപ്പോൾ ഇതില് മെയിൻ ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഇതൊരു എൻഡ്യൂറൻസ് ബൈക്കാണ്. അപ്പോൾ ഇത് ലോങ് ഡിസ്റ്റൻസിന് വേണ്ടി ഉണ്ടാക്കിയതാണ്. പിന്നെ ഇത് ഫുൾ ഇലക്ട്രോണിക് ഷിഫ്റ്റിംഗ് ആണ്. 12 സ്പീഡ് 105 DI2 ഇലക്ട്രോണിക് ഷിഫ്റ്റിംഗ് ആണ്. ഇതിൽ ബാക്കിൽ 1136ന്റെ കാസറ്റാണ് വരുന്നത്. പിന്നെ വേറെ ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ ഇത് DT സ്വിച്ചിന്റെ വീലാണ്. പിന്നെ വരുന്നത് ഫുള്ള് ഇന്റേണൽ കേബിൾ റൗട്ടിങ്. അപ്പോൾ കേബിൾ ഒന്നും തന്നെ പുറത്ത് കാണില്ല. അത് ഫ്രണ്ട് ഇലക്ട്രോണിക്. ഇതാണ് ഫ്രണ്ട് ഇലക്ട്രോണിക് ഷിഫ്റ്റർ. ബാറ്ററി ഇതിന്റെ അകത്ത് വരും. അപ്പൊ ഇതും കാർബണ, സീറ്റ് പോസ്റ്റും കാർബണ. സാഡിൽ വരുമ്പോൾ ഇത് ഒരു ബ്രുക്സിന്റെ സാഡിലാണ് വരുന്നത്. ബ്രുക്സിന്റെ C17 സാഡിലാണ്. അപ്പൊ ഇത് ബ്രുക്സിന്റെ ഒരു ക്യാമ്പിയം എന്ന് പറഞ്ഞൊരു വേർഷനാണ്. അപ്പൊ ക്യാമ്പിയം എന്ന് വരുമ്പോൾ നമുക്ക് ഈ മഴയത്തും ഏത് കണ്ടീഷനിൽ വേണമെങ്കിലും ചവിട്ടാം. അപ്പൊ ഈ ലെതർ ആണെങ്കിൽ ചില കണ്ടീഷൻസ് യൂസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഇപ്പൊ എല്ലാവരും ക്യാമ്പിയം പ്രിഫർ ചെയ്യുന്നത്. പിന്നെ ഇതിന്റെ ഷിഫ്റ്റർ ആണെങ്കിൽ വയർലെസ് ആണ്. ഷിഫ്റ്റിങ്ങിന് കേബിൾ ഇല്ല. അപ്പൊ ഇതിന് ബ്രേക്കിന് മാത്രമേ ഹോസ് ഉള്ളൂ. ഹൈഡ്രോളിക് ഡിസ്ക് ബ്രേക്ക് ആണ്. ഹൈഡ്രോളിക് ഡിസ്ക് ബ്രേക്കിന് മാത്രമേ ഹോസ് ഉള്ളൂ. കേബിൾ ഇല്ല. ബാക്കി ഇതൊക്കെ വയർലെസ് ആണ്. അപ്പൊ ഇതെല്ലാം വയർലെസ് ആണ് ഷിഫ്റ്റിംഗ് ഒക്കെ. അത് നമ്മൾ ആപ്പ് വെച്ചിട്ടാണ് എല്ലാം സെറ്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെ വേണമെങ്കിലും സെറ്റ് ചെയ്യാം. ഇപ്പൊ റൈറ്റ് സൈഡിൽ നമുക്ക് ബാക്ക് ആക്കാം, ലെഫ്റ്റ് സൈഡിൽ ബാക്ക് നമുക്കൊന്ന് ആപ്പ് വെച്ച് സെറ്റ് ചെയ്യാൻ പറ്റുന്ന. അടിപൊളി. പിന്നെ ട്യൂണിങ്ങും ഭയങ്കര എളുപ്പമാണ്. ട്യൂണിങ് ഒക്കെ ആപ്പ് വെച്ചിട്ട് നമുക്ക് ഒരുമാതിരിയൊക്കെ ചെയ്യാം. പിന്നെ മാനുവലായിട്ട് കുറച്ച് ചെയ്ത് കഴിഞ്ഞാൽ റെഡിയാക്കാനുള്ളതേ ഉള്ളൂ. അടിപൊളി. ഒറ്റ നോട്ടത്തില് ഒരു കേബിളും കാണുന്നില്ല കേട്ടാ. ആകെ ഒരു ബ്രേക്കിന്റെ ഈ ഒരു ഭാഗത്ത് മാത്രമേ ഉള്ളൂ. ഹാൻഡിൽ ബാർ ഇത് കാർബൺ ആയിരിക്കും? ഇത് കാർബൺ അല്ല, ഇത് അലോയ് ഹാൻഡിൽ ബാർ. ഇത് കാർബൺ ഇതേപോലെ തന്നെ ഇരിക്കുള്ളൂ. പക്ഷെ കുറച്ചും കൂടെ സ്റ്റെബിലിറ്റി അലോയ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്തെങ്കിലും വീണ് കഴിഞ്ഞാൽ അതാണ് നമ്മുടെ കസ്റ്റമേഴ്സ് അലോയ് പ്രിഫർ ചെയ്യുന്നത്. പിന്നെ ഇതൊരു കൂഗർ എന്ന് പറഞ്ഞൊരു ഹാൻഡിൽ ബാർ ആണ്. അപ്പൊ ഇതൊരു 38 mm ലെങ്ത് ഉണ്ട്.
അപ്പൊ ഇതെല്ലാം കസ്റ്റമാണ്. എന്താ വെച്ചാൽ കസ്റ്റമറിന് വേണ്ടതുപോലെ നമ്മൾ റെഡിയാക്കിയത്, ആവശ്യാനുസരണം ബിൽഡ് ചെയ്ത് ആവശ്യം പോലെ. എന്താ വെച്ചാൽ അതിന്റെ ഓരോ സാധനങ്ങളും നമുക്ക് കസ്റ്റമറിന് വേണ്ടതുപോലെ ചെയ്യണം. അപ്പോൾ ആ പേര് മറക്കണം കേട്ടോ. വില്ലിയർ ഇറ്റലിയിൽ 1906 ആരംഭിച്ച കമ്പനിയാണ്. പിന്നെ നമ്മൾ ഉദ്ദേശിച്ച രണ്ടാമത്തെ സൈക്കിൾ ഉണ്ടല്ലോ 7 ലക്ഷത്തിന് മേളിലുള്ള, അത് വരുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമുക്ക് കൊടുത്തുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടുവരാം. അപ്പോൾ അതെ നമ്മൾ കയറി വരുമ്പോൾ തന്നെ കോണയുടെ മാരിൻ്റെ ഒക്കെ സൈക്കിൾസ് ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ്, ഇതൊക്കെ ടൂറിംഗ് ബൈക്സ് ആണ്. ഇതൊരു കോണയുടെ ടൂറിംഗ് ബൈക്കാണ്. ഇത് സ്റ്റീലാണ്, ഇത് 3 സ്റ്റീലാണ്. ഇതൊരു റോവിന്റെ സ്റ്റീലാണ്. ഇതൊരു മാരിന്റെ 4 കോർണേഴ്സ്. ഇതൊരു ഭയങ്കര പോപ്പുലർ മോഡലാണ്. ഓക്കെ. പിന്നെ ഇത് നമ്മുടെ കൊനാസൂത്ര. റേറ്റ് ഒക്കെ എങ്ങനെയാണ്? അപ്പൊ ഇതിന് ഒരു 1.5 lakhs വരും. ഇപ്പൊ ഇതിനൊരു 85,000 വരും. പിന്നെ അതാവുമ്പോ ഒരു 2.25 lakhs. അത്രേ ഉള്ളൂ. ഇതിൽ വരുന്ന എല്ലാം മറ്റേ GRX ഗ്രൂപ്പ് സെറ്റ് ആണ്. ബ്രൂക്സിന്റെ സാഡിലാണ് വരുന്നത്. ബ്രൂക്സിന്റെ ലെതർ ഇട്ടേക്കണേ. പിന്നെ ഹൈഡ്രോളിക് മറ്റേ കേബിൾ ആക്ച്വേറ്റഡ് ഹൈഡ്രോളിക് ഡിസ്ക് ബ്രേക്ക് ആണിത്. അപ്പോൾ അത് നമുക്ക് മറ്റേ റോഡിൽ സൈഡിലേക്ക് നമുക്ക് സർവീസ് ചെയ്യാൻ പറ്റുന്ന പോലെയാണ് അവർ ചെയ്തേക്കുന്നത്. ഇത് അടിപൊളിയാണ്. ഞാൻ ടെസ്റ്റ് റൈഡ് നടത്തിയായിരുന്നല്ലോ, സൂപ്പറായിട്ട് ഒഴുകി അങ്ങോട്ട് പോകുന്നുണ്ട്. പിന്നെ ഇങ്ങോട്ട് വരികയാണെങ്കിൽ നമുക്ക് മറ്റേ ലൂപ്സും ജ്യൂസ് ലൂപ്സ് UK വരുന്ന UK ആണല്ലേ. അപ്പോൾ ജ്യൂസ് ലൂപ്സ് ഉണ്ട്, ഡൈനാമിക് ഉണ്ട്, പിന്നെ മക്കോഫ് ഉണ്ട്. ഓരോന്നോരോന്നിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഒരുപാടുണ്ട്. പിന്നെ ഇത് മക്കോഫിൻ്റെ ചെയിൻ ലൂബ്, ഡീഗ്രീസർ, പിന്നെ എന്തൊക്കെയുണ്ട്? ചെയിൻ ലൂബ്, ഡീഗ്രീസർ, ബൈക്ക് വാഷ് എല്ലാം ഉണ്ട്. ബൈക്ക് വാഷ്, പിന്നെ ഇതൊക്കെ നമ്മുടെ ന്യൂട്രീഷൻ നമുക്ക് അതിന്റെ ജെൽസ്, പ്രോട്ടീൻ, മറ്റേ എല്ലാം ഉണ്ട്. സാധനം വരാണ്ട് കേട്ടോ അല്ലേ? ഇനിയും എല്ലാ ആഴ്ചയും സാധനം വരുന്നുണ്ട്. അപ്പൊ ഇപ്പൊ ഇത് ഈ ലൂപ്സ് ഒക്കെ ഇപ്പൊ വരാനുണ്ട്. പുതിയ സ്റ്റോക്ക് വരാൻ വേണ്ടിയാണ്. അപ്പൊ അകത്തുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കാണാല്ലേ? യെസ്. ഇത് നമുക്ക് അടുത്ത സെക്ഷനിലോട്ട് പോയി കഴിഞ്ഞാൽ ഇതൊക്കെ ഹാൻഡിൽ ബാർസ് ആണ്. ഇത് അലോയിക്കാണല്ലോ എല്ലാം മിക്കതല്ല. ഇപ്പൊ കാർബണും ഉണ്ട് നമ്മുടെ കയ്യില്. കാർബൺ ഞാൻ വേണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് കാണിച്ചുതരാം. ഇതെല്ലാം ഡ്രോപ്പ് ബാറാണ്. ഡ്രോപ്പ് ബാറും ഫ്ലാറ്റ് ബാറും ഉണ്ട്. ഫ്ലാറ്റ് ബാർ ഉണ്ട്. പിന്നെ മൊളോക്കോ ബാർ ഉണ്ട്. എന്തെങ്കിലും പറയണം? മൊളോക്കോ ഷെർലിയുടെ. ഷെർലിയുടെ മൊളോക്കോ ബാർ. ഇതിന്റെ പ്രൈസ് ഒന്നും ഇപ്പൊ പറയുന്നില്ല കേട്ടോ, കാരണം നമുക്ക് എല്ലാം കവർ ചെയ്യേണ്ടതാണ്. ഓക്കെ. പിന്നെ ഇത് മഡ് ഗാർഡ്സ് വരുന്നത്. ഓക്കെ. എല്ലാം ഫുൾ മെയ്ഡ് ഇൻ ജർമ്മനിയാണ്. SKSന്റെ. ജർമ്മനി. ഇത് ഇപ്പുറത്തെ സാഡിൽസ്. അത് കൂടുതൽ ഇറ്റാലിയൻ സാഡിൽസ് ആണ്. സെൻ മാർക്കോ, ഇറ്റാലിയ. എല്ലാം പുറത്തു തന്നെയാണല്ലേ? അപ്പോൾ ഈ സെക്ഷനിലോട്ട് വന്നതിന് മൊത്തം ഹെൽമെറ്റ് ആണ് കേട്ടോ. ഏതൊക്കെയാണ് ബ്രാൻഡ്? മെറ്റ് ഉണ്ട്, ഏബസ് ഉണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഒരു 18,000 വരുന്ന. അപ്പോൾ ഇതിനൊക്കെ ഒരു 12,500. എങ്ങനെയാണ് റേഞ്ചുകൾ? എല്ലാം പ്രീമിയമാണ്. ഓക്കെ, എല്ലാം പ്രീമിയം ഹൈ ക്വാളിറ്റി ഉള്ള സംഭവങ്ങളൊക്കെയാണ്. പിന്നെ ഇവിടെ കുറച്ച് ബൈക്കുകളൊക്കെ ഉണ്ട്. ഇത് മാരിൻ്റെ ഇത് കുറച്ചും കൂടി കമ്പ്യൂട്ടർ ടൈപ്പ് ബൈക്കാണ്. അപ്പോൾ ഇത് ഭയങ്കര കംഫർട്ടബിൾ, കുറച്ച് അപ്രൈറ്റ് ആയിട്ടുള്ള. സ്റ്റാർട്ടിംഗ് റേഞ്ച് 36,000. 36,000. പിന്നെ അതുപോലെ ഇത് നമ്മുടെ മാനിന്റെ ഒരു ബൈക്കാണ്. അത് 35,000. ഇതാണ് സ്റ്റാർട്ടിംഗ് റേഞ്ച്. 35,000 സ്റ്റാർട്ടിംഗ് റേഞ്ച് ഇതാണ്. ആള് കുഞ്ഞിനാണെങ്കിൽ ഇത് പുലിയാണ്. നിങ്ങൾ തന്നെ ഡിസ്പ്ലേ ചെയ്ത്. അതെ, ഒരുപാട് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അവിടെ ഇരിക്കുന്നതൊക്കെ സർവീസിന് വന്ന ബൈക്കാണ്. ലാപ്പിയറിന്റെ BMCയുടെ. പിന്നെ ഷൂസ് ഉണ്ട്. ഇതൊക്കെ നമുക്ക് പല ഇതുണ്ട്. ഒരു എല്ലാം ക്ലീറ്റ്സ് ഉള്ള ഒരു 10,000 to 15,000 ആണ് സ്റ്റാർട്ടിങ്. 10,000 to 15,000 അല്ലേ സ്റ്റാർട്ടിങ്? ഇതിനൊക്കെ 17 ആണ് വരുന്നത്. 15,000 വരും. അപ്പോൾ ഏത് സൈസ് വേണമെങ്കിലും അവൈലബിൾ ആണല്ലേ? എല്ലാം കിട്ടുന്നുണ്ട്. എല്ലാം യെസ്. ഇത് നമുക്ക് പറഞ്ഞ അവാർഡ് കിട്ടിയതാ. ടൂർ ഓഫ് തേക്കടിയുടെ അവാർഡ്. അടിപൊളി. അടുത്ത റൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. ഇത് ആക്സസറീസ് ആണ്. അപ്പോൾ നമുക്ക് പിന്നെ നമുക്ക് ഹാൻഡിൽ ബാർസ് കുറച്ച് ഇവിടെ വെച്ചിട്ടുണ്ട്. ഓക്കെ. പിന്നെ ഇത് ഒരു 5,000 ആ റേഞ്ചിൽ വരുന്ന ഒരു കയോട്ടി എന്ന് പറഞ്ഞൊരു ഹാൻഡിൽ ബാറാണ്. അപ്പോൾ ഇതിങ്ങനെ ഈ ഒരു പൊസിഷൻ വരുന്നത്. പിന്നുള്ളത് നമുക്ക് സാഡിൽസ് ഉണ്ട് ബ്രൂക്സിന്റെ. അപ്പോൾ ബ്രൂക്സിന്റെ സാഡിൽസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇത് ബ്രൂക്സിന്റെ ലെതർ സാഡിലാണ്. ഇതൊരു 12,000 rupees-ഓളം വരും. എത്രയാണ്? 12,000 rupees. ബ്രൂക്സിന്റെ.
പിന്നെ അതുപോലെ അവരുടെ റേസിംഗ് സാഡിലും ഉണ്ട്. അതിന് ഒരു ഇതാണ് റേസിംഗ് സാഡിൽ, അതിനൊരു 16,000 വരും. ഇത് കാർബൺ ആണ്, അതെ റെയിലിംഗ് ഒക്കെ കാർബണാണ്. ഓ ആ അപ്പോൾ ഇത് കുറച്ചും കൂടെ ഒരു മറ്റേ അഗ്രസീവ് ജോമെട്രി റൈഡേഴ്സിനുള്ള. അപ്പോൾ പിന്നെ കുറേ ബോട്ടിൽസ് ഉണ്ട്, വാട്ടർ ബോട്ടിൽസുകൾ ഇഷ്ടംപോലെ ഉണ്ട്. സംഭവം നമുക്ക് 2 ഫ്ലോറിലായിട്ട് ഒരുപാട് ഉണ്ട് കേട്ടോ. ഏതൊരു കാറ്റഗറിയിൽപ്പെട്ട റൈഡർക്കായാലും അപ്പാരൽസ് ഉണ്ട്, ഗ്ലൗസ്, അതെ എല്ലാ സംഭവങ്ങളും ഉണ്ട്. ഇതിവിടെ വരുന്നതെല്ലാം ഗ്ലൗസും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഫ്ലോർ പമ്പ്, പിന്നെ ഈ റാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ബാഗ്സ് ആണ്, ബാഗ്സ്. പിന്നെ ബാഗ്സ് തന്നെ പല ടൈപ്സ് ഉണ്ട് കേട്ടോ. ജേഴ്സീസ് ഉണ്ട്, ജേഴ്സീസ്, സൺഗ്ലാസസ്. അല്ലേ ഡ്രോയറിനകത്ത് ജേഴ്സി, സൺഗ്ലാസ്, ഇതൊക്കെ എത്ര റേറ്റ് വരുന്നുണ്ട്? ഇതിനൊക്കെ സ്റ്റാർട്ടിങ് ഒരു 3,000. 3,000. ഉണ്ട്. പിന്നെ നമുക്കൊരു നല്ല വൈഡ് റേഞ്ച് ഓഫ് ബാർ ടൈപ്സ് ഉണ്ട്. നമുക്ക് ഒരുപാട് ബാർ ടൈപ്സ് ഉണ്ട്. എങ്ങനെ ഈ സെക്ഷനൊക്കെ ബാർ ടൈപ്സ്, പിന്നെ കുറേ ടൈപ്പ് ഉണ്ട്. പിന്നെ പമ്പ്, ഹാൻഡ് പമ്പുകൾ, വാട്ടർ ബോട്ടിൽ ഹോൾഡർ, അതുപോലെ ലൈറ്റ്സ്. ഇതാണ് അത് ഒരു ബൈക്ക് കമ്പ്യൂട്ടർ, റെഗുലർ വയർലെസ് ബൈക്ക് കമ്പ്യൂട്ടർ നോർമൽ. ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ കൂടുതലും ബാഹുയുടെ ഗാർമെന്റ് ഉണ്ട്, പക്ഷെ അതിപ്പോൾ സ്റ്റോക്ക് തീർന്നിരിക്കുക. ഓക്കെ. ഒരു ബൈക്ക് ബിൽഡ് ചെയ്യാൻ എത്ര കോസ്റ്റ് ആവും? ബൈക്ക് ബിൽഡ് ചെയ്യാനില്ല, നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ അതുപോലെ നമ്മുടെ ആവശ്യം പോലെ ഇരിക്കുന്നത്. അപ്പോൾ കൂടുതൽ നമുക്ക് കാർബണാണ് നമുക്ക് കൂടുതൽ എൻക്വയറീസ് വരുന്നത്. അലുമിനിയം ബൈക്സ് ഫ്രെയിം ആയിട്ട് വരുന്നില്ല, എന്ന് വെച്ചാൽ ബൈക്ക് അത് അലുമിനിയം ആകുമ്പോൾ ഫുൾ ബിൽഡായിട്ട് മേടിക്കുന്നതാണ് കുറച്ചും കൂടെ ലാഭം. അപ്പോൾ ഫ്രെയിം ആകുമ്പോൾ നമുക്ക് ഓരോ സാധനങ്ങൾ, ക്രാങ്ക് ആം ലെങ്ത്തും മറ്റേ എല്ലാ സാധനങ്ങളും നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാം. ക്രാങ്ക് ആം ലെങ്ത്, ഹാൻഡിൽ ബാർ ലെങ്ത്, സ്റ്റെം ലെങ്ത്, നമുക്ക് ഓരോ സാധനങ്ങളും കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. കസ്റ്റമറിന്റെ ആവശ്യം എന്താണ് ആവശ്യം, അതാണ്. അപ്പോൾ നമ്മൾ കസ്റ്റം ബിൽഡ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ഒരു ഡ്രീം ബൈക്ക്, പെർഫെക്റ്റ് ബൈക്ക് ആണെങ്കിൽ എന്ത് ചെയ്താലും കസ്റ്റം ബിൽഡ് ചെയ്താലേ കിട്ടില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പോരായ്മ വരും. ഓക്കെ ഓക്കെ. അപ്പോൾ ഇതൊക്കെയുണ്ട്. പിന്നെ നമുക്ക് ഇനി മേളിലേക്ക് പോവാം. ചുരുക്കി പറഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാൻ ഒരുപാടുണ്ട് ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളും. അപ്പോൾ അത് ചിലപ്പോൾ ഒരു 2 മണിക്കൂർ പോരാണ്ട് വരും വീഡിയോ. അപ്പോൾ അതുകൊണ്ടാണ് ഇതിൽ ക്വിക്കായിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ സ്വാധിക്ക് എപ്പോഴും ഉണ്ടാവും. നിങ്ങളുടെ ബൈക്കിന് ആവശ്യമുള്ള ആക്സസറീസ്, സ്പെയർ പാർട്സ് ഒക്കെ ജെനുവിൻ സ്പെയർ പാർട്സ് ആണ് കേട്ടോ. ഷിമാനോടെയൊക്കെയാണ്. നമുക്ക് മേളിലുണ്ട്. നമുക്ക് ജസ്റ്റ് മേളിലേക്ക് പോവാം. ഇത് കടിക്കോ? ഇത് പെയിൻ്റാണ്. ഓ ഓ അടിപൊളി. പെയിൻറ്റിങ് ഉള്ളതല്ല, സൂപ്പർ. അപ്പോൾ അതായത് നമ്മൾ സെക്കൻഡ് ഫ്ലോറിലേക്ക് എത്തിയിരിക്കുക കേട്ടോ. ഇവിടെ കുറച്ച് ബൈക്ക്, ഇതുപോലെ തന്നെ ഇത് കണ്ടോ, ഷിമാനോ ഇവിടെ എല്ലാവിധ സ്പെയറും സർവീസും ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ടൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കേ. ഇത് ഏത് ബൈക്കൊക്കെയാണ്? ഇത് ഒക്കെ കൊനയുടെ ബൈക്സ് ആണ്. കൊനയുടെ ഹൈബ്രിഡ് TPO ആണ്. അപ്പോൾ നമുക്ക് അതിന്റെ 10 സ്പീഡ് ക്ലൈംബിംഗ് ബൈക്ക് ആണ്. ഇതൊരു ടൂറിംഗ് ബൈക്ക് തന്നെയാണ്. പിന്നെ ഇത് റെഗുലർ ഹൈബ്രിഡ് ആണ്. അത് സെയിം മോഡലാണ് മറ്റേ. ഓക്കെ ഓക്കെ. ഇത് ഡ്യൂ എന്ന് പറയും. അപ്പോൾ നമുക്ക് ജസ്റ്റ് ക്വിക്കായിട്ട് ഷിമാനോടെ എന്തെങ്കിലും ഷിമാനോ ജസ്റ്റ് ഒന്ന് നമുക്ക് ഓടിച്ച് നോക്കാം. അവിടെ തന്നെ ഷെൽഫിൽ തന്നെ ഉണ്ട്. അപ്പോൾ നമുക്ക് എൻ്റെ ആദ്യം കണ്ണിലോട്ട് ഉടക്കിയിട്ട് ഇതിലോട്ടാണ് കേട്ടോ. അതൊരു 10 സ്പീഡ്. ഇത് എത്രയാണ്? ഇത് 11:30:46 ആണ്. 10 സ്പീഡാണ്, 46 കാസറ്റ് ആണ്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ കഴിഞ്ഞ ആഴ്ച വരെ 52-ന്റെ കാസറ്റ് ആയിരുന്നത്. 52 വരെ ഉണ്ട്. ഇതിലും വലിയ കാസറ്റ് വരുന്നുണ്ട്. അതിപ്പോൾ തീർന്നിരിക്കുക. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരുപാട് കാസറ്റ് ഞാൻ യൂസ് ചെയ്യുന്നതാണ്. പക്ഷെ ഇങ്ങനത്തെ ആദ്യം ഇത്രയും വലിയ സൈസ് കാണുന്നത്. അത് ഈ ഒരു ബൈക്കിലുണ്ട്. കണ്ട, ഈ ഒരു ബൈക്കിലുണ്ട്. സെയിം സാധനം 46. ഓ ആ പിന്നെ പിന്നെ ഈ സെക്ഷനിലൂടെ വരുന്നത് RD. ഇത് കമ്പോണൻസ് ആണ്. ഷിമാനോയുടെ എല്ലാ സാധനങ്ങളുണ്ട്. പാഡുകളും മറ്റേ എല്ലാം ഉണ്ട്. ബ്രേക്ക് പാഡ്,
പിന്നെ കേബിൾ എന്തില്ല എന്ന് ചോദിക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പൊ നമുക്ക് ഇവിടെ ജാഗ്വാറിന് വേണ്ട, ജാഗ്വാർ നല്ല ബ്രാൻഡ് ക്വാളിറ്റി ഉള്ള കേബിൾസും കാര്യങ്ങളൊക്കെയാണ്. ജാഗ്വാർ, സൺറൈസ് ഇപ്പൊ അധികം വരുന്നില്ല, പക്ഷെ വരുമായിരിക്കും. പിന്നെ പ്രാക്സിസിന്റെ ഉണ്ട്, സ്രാം, പിന്നെ ചെയിൻ KMCയുടെ ഒക്കെ ഉണ്ട്. ഇത് ഭയങ്കര പെട്ടെന്ന് യൂസ് ചെയ്യാൻ പറ്റും. സ്രാമിന്റെ മാജിക് ലിങ്ക് ഒക്കെ ഇതിനകത്ത് അറ്റാച്ച് ചെയ്ത് വരുന്നതാണ്. സ്രാമിന്റെ പുതിയ സ്റ്റോക്ക് ഈ ആഴ്ച വരുന്നുണ്ട്. ആണല്ലേ? പല ബ്രാൻഡ്സ് ഉണ്ട്. പിന്നെ അവിടെയാണ് കൂടുതൽ ടെക്നിക്കൽ. അതെ, നമുക്ക് അകത്തേക്ക് വേറൊരു റൂം ഉണ്ട് കേട്ടോ. അപ്പൊ അങ്ങോട്ട് പോവാം. അപ്പൊ അതെ, ഇവിടെ കുറെ ടൂൾസ്, സ്പെയർസ്, മറ്റേ മറ്റേ ടൂൾസ് കൂടുതൽ. പിന്നെ അതെ, ടൂൾസ് ഏതൊക്കെ കമ്പനിയുടെ വരുന്നുണ്ട് ഇപ്പോൾ? എല്ലാം ഉണ്ട്. നമുക്ക് പാർക്ക് ടൂൾ, ഐസ് ടൂൾസ്, ബേഴ്സ്മാൻ, പിന്നെ പെഡ്രോസ്, പല ബ്രാൻഡ്സും ഉണ്ട്. പല ബ്രാൻഡുകളുണ്ട്. പിന്നെ ഹബ്ബുകളുണ്ട്. ഹബ്ബ്, ബോട്ടം ബ്രാക്കറ്റ് ഒക്കെ ഏതാ ബ്രാൻഡ്? എല്ലാ ബ്രാൻഡ്സും വരുന്നുണ്ട്. അപ്പോൾ ടെങ്കസിക്കി, ഷിമാനോ. ഓക്കെ. അപ്പോൾ ഇതാണ് ഹബ്സ് ഉണ്ട്. കാരിയർ നമ്മളെ ആൾക്കാർ യൂസ് ചെയ്യുന്നത് കുറവാണ്. പക്ഷെ ടൂറിംഗ് ബൈക്സിൽ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. ടൂറിംഗ് വരുമ്പോൾ അവർക്കുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട്. ഓക്കെ. പിന്നെ ഐസ് ടൂൾസ് ഉണ്ട് കേട്ടോ, ഒരുപാട് ടൂൾസ് കൂടെ ഉണ്ട്. ഒരു ബൈക്ക് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള എല്ലാ സംഭവം ഉണ്ട്. ഇവിടെ വരുമ്പോൾ ഈ ടൂൾസും കാര്യങ്ങളൊക്കെ. പിന്നെ ടയർ ഏതാണ് വരുന്നത്? ടയറും നമുക്ക് കുറച്ച് ഷോർട്ടേജ്, പക്ഷെ നമ്മുടെ വരുവാണെങ്കിൽ നമ്മളെല്ലാം രജിസ്റ്റേർഡ് പ്രോപ്പർ ഇന്ത്യ ഇമ്പോർട്ടേ വരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് കുറച്ച് ഷ്വാൽബിയും WTB ഉണ്ട്. WTB ഇപ്പൊ ഇന്ത്യയിൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ WTB ഇപ്പൊ ഇനിയും വരുന്നുണ്ട്. ട്യൂബ്സ് ആണ്. നമുക്ക് കോണ്ടി, വിക്ടോറിയ, ഷ്വാൽബി എല്ലാം ബ്രാൻഡ്സും ഉണ്ട്. എല്ലാം ബ്രാൻഡ്. ഓക്കെ. പിന്നെ ഉള്ളത് ഇവിടെ ബ്രേക്ക് പാഡ്സ്, റോട്ടേഴ്സ്, ചെയിൻ വീൽ എല്ലാം അവൈലബിൾ ആണ്. മറ്റേ ഇതാണെങ്കിലും നമുക്ക് ഓൾമോസ്റ്റ് കുറേ ടൈപ്പ് തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ. പിന്നെ ഇവിടെ കുറച്ച് ബൈക്കൊക്കെ ഇരിപ്പുണ്ട്. ഇത് കസ്റ്റമർ സർവീസിനുണ്ടെന്നാണ്, ഞാൻ അവരെ കാത്തിരിക്കുകയാണ് വർക്കെല്ലാം കഴിഞ്ഞിട്ട്. ഇത് സെയിലിനുള്ള ബൈക്കാണ് കേട്ടോ. ഹൈബ്രിഡ്സ് ഒക്കെ ഉണ്ട്. സ്റ്റാർട്ടിങ് 36,000. ഓക്കെ. എല്ലാ റേഞ്ചും ഉണ്ട്. ഉണ്ടല്ലേ? പിന്നെ എനിക്ക് ഇവരുടെ ഒരു പ്രത്യേകത തോന്നിയെന്ന് വെച്ചാൽ എല്ലാം ജെന്യുവിൻ ആയിട്ടുള്ള പാർട്സ് ഉപയോഗിക്കുകയാണ്. അപ്പോൾ നമ്മളത് അങ്ങനെ യൂസ് ചെയ്ത് ശീലിച്ച് കഴിഞ്ഞാൽ നമുക്ക് സൈക്കിൾ യൂസ് ചെയ്യുമ്പോൾ അറിയാൻ പറ്റും. സ്പെയർ പാർട്സ് ആയാലും, ചെയിൻ ലൂബ് ആയാലും, ബൈസിക്കിൾ ആക്സസറീസ് ഒക്കെ ആയാലും ഒരു ലോങ് ടൈം നമുക്ക് യൂസ് ചെയ്യാം. അതിനൊരു പ്രത്യേകത എനിക്ക് തോന്നിയിട്ടുള്ളത്. ഫീൽ തന്നെ വേറെ ആയിരിക്കും. അതെ, റൈഡിന്റെ ഫീൽ. അത് ഒരു കേബിൾ യൂസ് ചെയ്യുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീൽ കേബിളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കൂടുതൽ. അതാണ് ഈ സാധനം ഇങ്ങനെ കുറെ കാലം കൂടുതൽ നിന്നോളും. ഓക്കെ. അപ്പോൾ നമുക്ക് സർവീസ് സെൻ്റർ ഒന്ന് കാണാം. താഴെ സർവീസ് സെൻ്റർ ഉണ്ട്. ഒരു ബൈക്ക് വന്നിട്ടുണ്ട്. അത് എത്ര അതിൻ്റെ കോസ്റ്റ്? ഒരു 7 അടുത്ത് വരും. 7 lakhs ഒരു ബൈക്ക് താഴെ വന്നിട്ടുണ്ടെന്ന് കേട്ട്. അത് സർവീസിനുണ്ട് വന്നതാണ് കേട്ടോ. പുള്ളി സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അപ്പോൾ അതൊന്ന് കാണാൻ പറ്റുമെന്ന് നോക്കാം. ഓക്കെ. യെസ്. അപ്പോൾ ഇതാണ് ആ ഒരു ഫുള്ളി കാർബൺ ബൈക്ക്. അപ്പോൾ ബ്രേക്കിൻ്റെ ഒരു ഇഷ്യൂ ആയിട്ടാണ് പുള്ളി കൊണ്ടുവന്നത്. അപ്പോൾ അതേ ഇക്രോ അതിൽ ഫിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാട്ടാ. എന്താ വയ്ക്കുന്നത്? മഴയതാണോ? അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ ഒരു സ്പെഷ്യലൈസ്ഡിന്റെ ബൈക്കാണ്. സ്പെഷ്യലൈസ്ഡിന്റെ ഹയർ റേഞ്ച് ബൈക്കാണ്. അതൊരു S-Works ആണ് അതിനെ വിളിക്കുന്നത്. അപ്പോൾ S-Works അപ്പോൾ സ്പെഷ്യലൈസ്ഡിന്റെ ബൈക്കാണ്. അപ്പോൾ ഇത് വരുന്നത് സ്രാമിന്റെ ഫോഴ്സ് ടാപ്പ് എന്ന് പറഞ്ഞ ഇലക്ട്രോണിക് ഷിഫ്റ്റിംഗ് ആണ്. ഇത് അതുപോലെ തന്നെ ഇലക്ട്രോണിക് ഷിഫ്റ്റിംഗ് തന്നെയാണ് വരുന്നത്. പിന്നെ ഇതിൽ വേറൊരു ഇതെന്ന് പറഞ്ഞാൽ ഇത് ഒരു എൻഡ്യൂറൻസ് ബൈക്ക് തന്നെയാണ്. ഇതെന്ന് പറഞ്ഞാൽ ഇത് ഫ്യൂച്ചർ ഷോക്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ മുകളിൽ ഷോക്ക് ഉണ്ട്. ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഇതിൻ്റെ അകത്ത് നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റില്ല. ചവിട്ടുമ്പോൾ ഇവിടെ ഷോക്സ് ഉണ്ട്. ഓക്കെ. അപ്പോൾ ഇത് ഫ്യൂച്ചർ ഷോക്ക് എന്ന് പറഞ്ഞാൽ അത് സ്പെഷ്യലൈസ്ഡിൻ്റെ ഒരു ടെക്നോളജിയാണ്. പിന്നെ ഇത് ഫുൾ കാർബണാണ്.
ഒരു റേറ്റ് ഒരു 7.5 ലക്ഷം 8 ലക്ഷത്തോളം വരും ഈ ബൈക്കിന്. ഓക്കെ 8 lakhs ബൈക്കാണ്ടാ. ഇതാണ് ഈ കാർബൺ ഡ്രിംസ് ഒക്കെയാണ്. ഫുൾ ഹൈഡ്രോളിക് ഡിസ്ക് ബ്രേക്ക് ആണ്. ഇത് ട്യൂബ്ലെസ് ആണോ വരുന്നത്? ട്യൂബ്ലെസ് റെഡിയാണ്, പക്ഷെ ഇപ്പോൾ ഇതിൽ അപ്പോൾ സുഹൃത്തുക്കളെ പേര് മറക്കണ്ട കേട്ടാ. എക്സ് വർക്ക്സ് സ്പെഷ്യലൈസ്ഡിൻ്റെ ബ്രാൻഡാണ്. ഫിനിഷിങ് ഒന്നും പറയാനില്ല കേട്ടാ. പിന്നെ ഇലക്ട്രോണിക് ഗിയറാണിത്. ഇലക്ട്രോണിക് ഗിയർ ഷിഫ്റ്റർ ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല കേട്ടാ. പിന്നെ ഒറ്റ നോട്ടത്തില്ലേ നമ്മൾ സാധാരണ ആണെങ്കിൽ കുറേ കേബിളുകളൊക്കെ ഇങ്ങനെ മാറാലോ തൂങ്ങി കിടക്കും. ഇതെല്ലാം ഇന്റേണൽ കേബിൾ റൂട്ടിങ് ആയതുകൊണ്ടിട്ടും ഇലക്ട്രോണിക് ഷിഫ്റ്റേഴ്സ് ആയതുകൊണ്ടിട്ടും അമ്മാതിരി ഒരു ലുക്കാണ് ഇതിന്. ഫുള്ളി കാർബണാണ്, ലൈറ്റ് വെയിറ്റ് ആണ്. എന്തായാലും 8 ലക്ഷം എന്നൊക്കെ പറയുന്നത് അപ്പോൾ അതിനൊരു ക്വാളിറ്റി ഉണ്ടാകണമല്ലോ. അപ്പോൾ ഫൈനലി ഇവരുടെ വർക്ക്ഷോപ്പും കൂടി കാണിച്ചതിന് ശേഷം നമുക്ക് ഈ വീഡിയോ ഇവിടെ നിന്ന് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. പിന്നെ കുറച്ച് ലെങ്തായെന്ന് തോന്നുന്നു. ഇതാണ് ഇവരുടെ സർവീസ് സെൻറ്ററും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇക്രു തിരക്കിലാണ്. അപ്പോൾ ചങ്ങാതിമാരെ എല്ലാം പറഞ്ഞുതരാം. താങ്ക് യു.